ആദ്യത്തെ ചോദ്യം ഇതാണ്: കട്ടിലിന്റെ തലയ്ക്കൽ നമസ്കരിച്ചത് ആരാണ്? ഉത്തരം ഇസ്രയേൽ. ഉൽപ്പത്തി പുസ്തകം 47 അധ്യായം 31 വാക്യം. അടുത്ത ചോദ്യം: അധരം കൊണ്ട് വേഷം ധരിക്കുന്നത് ആരാണ്? ഉത്തരം പകയ്ക്കുന്നവൻ. സദൃശവാക്യം 26 അധ്യായം 24 വാക്യം. അടുത്ത ചോദ്യം: ഒരു ഭാര്യയ്ക്ക് വേണ്ടി സേവ ചെയ്തത് ആരാണ്? ഉത്തരം ഇസ്രയേൽ. ഹോശയുടെ പ്രവചനം 12 അധ്യായം 12 വാക്യം. അടുത്ത ചോദ്യം: എൻ്റെ ദൈവമായ യഹോവ എൻ്റെ പ്രാണനെ കുഴിയിൽ നിന്ന് കയറ്റിയിരിക്കുന്നു എന്ന് പറഞ്ഞത് ആരാണ്? ഉത്തരം യോന. യോനയുടെ പുസ്തകം 2:6. അടുത്ത ചോദ്യം: നിനക്കുള്ളതൊക്കെയും വിറ്റ് ദരിദ്രന്മാർക്ക് പകുത്തു കൊടുക്ക എന്ന് യേശു പറഞ്ഞത് ആരോടാണ്? ഉത്തരം ഒരു പ്രമാണിയോട്. ലൂക്കോസ് 18:18. അടുത്ത ചോദ്യം: കേഫാവുമായി മുഖപരിചയമാകേണ്ടതിന് പൗലോസ് യെരൂശലേമിൽ പാർത്തത് എത്ര ദിവസമാണ്? ഉത്തരം 15 ദിവസം. ഗലാത്യ ലേഖനം 1 അധ്യായം 18 വാക്യം. അടുത്ത ചോദ്യം: പൗലോസ് സഹോദരനും കൂട്ടുവേലക്കാരനും സഹപഠനുമെന്ന് പറഞ്ഞിരിക്കുന്നത് ആരെക്കുറിച്ചാണ്? ഉത്തരം എപ്പഫ്രാദിത്തോസിനെ കുറിച്ച്. ഫിലിപ്പിയ ലേഖനം 2 അധ്യായം 25 വാക്യം. അടുത്ത ചോദ്യം: നിങ്ങളുടെ ഹൃദയം സ്ഥിരമാക്കുവിൻ എന്ന് പറഞ്ഞത് ആരാണ്? ഉത്തരം യാക്കോബ്. യാക്കോബിന്റെ ലേഖനം 5 അധ്യായം 5 വാക്യം. അടുത്ത ചോദ്യം: നീതിപ്രസംഗിയായ നോഹയെ എത്ര പേരോടുകൂടെ പാലിക്കുകയും ചെയ്തത് എന്നാണ് പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത്? ഉത്തരം 7 പേരോടുകൂടെ. 2 പത്രോസ് 2 അധ്യായം 5 വാക്യം. അടുത്ത ചോദ്യം: സിയോനിലെ ദുഃഖിതന്മാർക്ക് ദുഃഖത്തിന് പകരം കൊടുക്കുന്നത് എന്താണ്? ഉത്തരം ആനന്ദ തൈലം. യെശയ്യാവിന്റെ പ്രവചനം 61 അധ്യായം 3 വാക്യം. അടുത്ത ചോദ്യം: സ്വന്തം ആഗ്രഹം പോലെ മരണം ലഭിക്കാതിരുന്ന പ്രവാചകൻ ആരാണ്? ഉത്തരം ബിലയാം. സംഖ്യാപുസ്തകം 23 അധ്യായം 10 വാക്യം. അടുത്ത ചോദ്യം: സഹോദരന്റെ വസ്ത്രമൂരി തൻ്റെ പുത്രനെ ധരിപ്പിച്ച ഒരു സഹോദരൻ ആരാണ്? ഉത്തരം മോശെ. സംഖ്യാപുസ്തകം 20 അധ്യായം 28 വാക്യം. അടുത്ത ചോദ്യം: ഏറ്റവും കൂടുതൽ വാക്യങ്ങളുള്ള ലേഖനം ഏതാണ്? ഉത്തരം 1 കൊരിന്ത്യർ 437 വാക്യങ്ങൾ. അടുത്ത ചോദ്യം: ക്രൂരനായ ഒരു ദൂതനെ അയക്കുന്നത് ആരുടെ നേരെയാണെന്നാണ് വചനം പഠിപ്പിക്കുന്നത്? ഉത്തരം മത്സരക്കാരൻ്റെ. സദൃശവാക്യം 17 അധ്യായം 11 വാക്യം. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഹൃദയത്തെ കെടുത്തു കളയുന്നത് എന്താണ്? ഉത്തരം കൈക്കൂലി. സഭാപ്രസംഗി 7 അധ്യായം 7 വാക്യം. അടുത്ത ചോദ്യം: ഇസ്രയേൽ മക്കൾക്ക് വേണ്ടി ദൈവം പൊടി പോലെ വർഷിപ്പിച്ചത് എന്താണ്? ഉത്തരം മാംസം. സങ്കീർത്തനം 78:27. അടുത്ത ചോദ്യം: ബൂസ്യനായ ഒരുവൻ ആരാണ്? ഉത്തരം ബറഖേൽ. യോശുവയുടെ പുസ്തകം 32 അധ്യായം 3 വാക്യം. അടുത്ത ചോദ്യം: സൻഹേരീബിന് പകരം രാജാവായത് ആരാണ്? ഉത്തരം ഏസർഹദ്ദോൻ. യെശയ്യാവിന്റെ പ്രവചനം 37:38 വാക്യങ്ങൾ. അടുത്ത ചോദ്യം: ഒന്നാം മുദ്ര പൊട്ടിച്ചപ്പോൾ കണ്ട കുതിര ഏതാണ്? ഉത്തരം വെള്ളക്കുതിര. വെളിപ്പാട് പുസ്തകം 6 അധ്യായം 1-2 വാക്യങ്ങൾ. അടുത്ത ചോദ്യം: ഒരു രാജാവിൻ്റെ കാലത്തിനൊത്ത 70 സംവത്സരത്തേക്ക് മറന്നു കിടന്ന ദേശം ഏതാണ്?
ഉത്തരം സോർ ദേശം. യെശയ്യാവിൻ്റെ പ്രവചനം 23-ാം അധ്യായം 15-ാം വാക്യം. അടുത്ത ചോദ്യം, സ്തംഭന വിഷയമാക്കുകയും അതിനരികത്തൂടി കടന്നു പോകുന്ന ഏവരും സ്തംഭിച്ച് അതിൻ്റെ സകല ബാധകൾ നിമിത്തം ചൂള കുത്തുകയും ചെയ്യുന്നത് ആരാണ്? ഉത്തരം ഏദോം. യിരെമ്യാവിൻ്റെ പ്രവചനം 49-17. അടുത്ത ചോദ്യം, നീതിയിൽ വിതപ്പിൻ ദയക്കൊത്തവണ്ണം കൊയ്യുവിൻ എന്ന് പറഞ്ഞത് ആരാണ്? ഉത്തരം ഹോശേയ. ഹോശേയുടെ പ്രവചനം 10-ാം അധ്യായം 12-ാം വാക്യം. അടുത്ത ചോദ്യം, സ്വന്തം ഹൃദയത്തിൻ്റെ അഹങ്കാരത്താൽ ചതിക്കപ്പെട്ടവൻ ആരാണ്? ഉത്തരം ഏദോം. ഓബദ്യാവിൻ്റെ പ്രവചനം 1-ാം അധ്യായം 3-ാം വാക്യം. അടുത്ത ചോദ്യം, പ്രസംഗിക്കരുതെന്ന് പ്രസംഗിച്ചവർ ആരാണ്? ഉത്തരം യാക്കോബ് ഗ്രഹം. മീഖ പ്രവചനം 2-ാം അധ്യായം 6-ാം വാക്യം. അടുത്ത ചോദ്യം, ഞാൻ ഇരുട്ടത്തിരുന്നാലും യഹോവ എനിക്ക് വെളിച്ചമായിരിക്കുമെന്ന് പറഞ്ഞത് ആരാണ്? ഉത്തരം മീഖ. മീഖ പ്രവചനം 7-ാം അധ്യായം 8-ാം വാക്യം. അടുത്ത ചോദ്യം, കുലുക്കിയാൽ തിന്നുന്നവൻ്റെ വായിൽ തന്നെ വീഴുമെന്ന് പറഞ്ഞിരിക്കുന്ന പഴം ഏതാണ്? ഉത്തരം തലപ്പഴത്തോടു കൂടിയ അത്തിവൃക്ഷങ്ങൾ. നഹും പ്രവചനം 3-ാം അധ്യായം 12-ാം വാക്യം. അടുത്ത ചോദ്യം, ഇസ്രയേലിൽ ശേഷിപ്പുള്ളവർ നീതികേട് പ്രവർത്തിക്കുകയില്ല എന്ന് പറഞ്ഞത് ആരാണ്? ഉത്തരം സെഫന്യാവ്. സെഫന്യാവിൻ്റെ പ്രവചനം 3-ാം അധ്യായം 13-ാം വാക്യം. അടുത്ത ചോദ്യം, അന്യദേവന്റെ മകളെ വിവാഹം കഴിച്ചത് ആരാണ്? ഉത്തരം യഹൂദ. മലാഖിയുടെ പ്രവചനം 2-ാം അധ്യായം 11-ാം വാക്യം. അടുത്ത ചോദ്യം, വീണനാദത്തോടെ വ്യർത്ഥ സംഗീതം ചെയ്ത് ദാവീദ് എന്നപോലെ വാദിത്രങ്ങളെ ഉണ്ടാക്കുന്നവർ ആരാണ്? ഉത്തരം ഇസ്രയേൽ ഗ്രഹം. ആമോസിന്റെ പ്രവചനം 6-ാം അധ്യായം 15-ാം വാക്യം. ദൈവവചനത്തിൽ നിന്നുള്ള ഈ പൊതു ചോദ്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനകരമായി തീരട്ടെ, ദൈവവചന പഠനത്തിന് കാരണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ഈ ചാനൽ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുവാനും അവർക്ക് ദൈവവചനം പഠിക്കുവാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുവാനും മറക്കരുത്. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.